നമുക്ക് chance of mathematics ലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. In class 10A there are 30 boys and 20 girls. In 10B there are 15 boys and 25 girls. One student is to be selected from each class. അതായത് 10A ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉണ്ട്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളും ഉണ്ട്. ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the probability of both being girls? രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത എന്താണ്? What is the probability of both being boys? രണ്ടും ആൺകുട്ടികളാവാനുള്ള സാധ്യത എന്താണ്? What is the probability of one boy and one girl? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്താണ്? What is the probability of at least one boy? ഒരു ആൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത. ഓക്കെ, അപ്പൊ നമുക്ക് 10A ക്ലാസ്സിലെയും 10B ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് എഴുതാം. നമ്മൾ മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രകാരം 10Aയില് ബോയ്സ് 30 എണ്ണം, 10Bയില് 15 ബോയ്സ് ആൺകുട്ടികളുടെ എണ്ണം. പെൺകുട്ടികളുടെ എണ്ണം 10Aയില് 20ഉം Bയില് 25ഉം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10Aയിലും 10Bയിലും വരുന്ന ടോട്ടൽ കുട്ടികളുടെ എണ്ണം കാണാലോ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് സാധാരണ കണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോ 10A ക്ലാസ് 10B ക്ലാസ് ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണം എഴുതി, അവരുടെ ടോട്ടൽ എഴുതി. ഇനി ഓരോ ക്ലാസ്സിൽ ഓരോ കുട്ടിയെ വീതം സെലക്ട് ചെയ്യണം. അപ്പൊ 10A എന്നൊരു കുട്ടിയെ സെലക്ട് ചെയ്താൽ 10B എന്നും ഒരു കുട്ടിയെ സെലക്ട് ചെയ്യും. അങ്ങനെ ഓരോ കുട്ടികളെ സെലക്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഓരോ കുട്ടികളെ 10A എന്നൊരു കുട്ടി 10B എന്നൊരു കുട്ടി അങ്ങനെ ഓരോ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ what is the probability of both being girls? രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത. അപ്പൊ രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സാധ്യത കാണാനുള്ള ഇക്വേഷൻ എന്താ? പോസിബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം. അനുകൂല സാധ്യത ബൈ ആകെ സാധ്യത എന്നാണ്. ഇവിടുത്തെ അനുകൂല സാധ്യത അല്ലെങ്കിൽ പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ബോത്ത് ബീങ് ഗേൾസ്, രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത. അപ്പൊ രണ്ടും എന്തായിരിക്കണം? പെൺകുട്ടികളായിരിക്കണം. 10A എന്ന് സെലക്ട് ചെയ്യുന്നതും പെൺകുട്ടിയായിരിക്കണം, 10B എന്ന് സെലക്ട് ചെയ്യുന്നതും പെൺകുട്ടിയായിരിക്കണം. അപ്പോ 10Aയിൽ എത്ര പെൺകുട്ടികളുണ്ട്? 20 പെൺകുട്ടികളുണ്ട്. എത്ര ഉണ്ട്? 20 പെൺകുട്ടികളുണ്ട്. 10Bയിൽ എത്ര ഉണ്ട്? 25 പെൺകുട്ടികളുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടും പെൺകുട്ടികളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 10Aയില് ഒരു പെൺകുട്ടിക്ക് ഇവിടെ എത്ര പേരുണ്ടാവും? അതായത് 10Aയിൽ നിന്നും ഒരു കുട്ടിയെ സെലക്ട് ചെയ്താണ്ട് 10B എന്ന് നമുക്ക് ആ 25 കുട്ടികളെയും സെലക്ട് ചെയ്തൂടെ അല്ലെ? ഒന്നാമത്തെ കുട്ടിക്ക് ഒരു പേര്, ആ ഒന്നാമത്തെ കുട്ടിക്ക് തന്നെ വേറൊരു കുട്ടിയെ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാലോ. പെൺകുട്ടികളെ പേര് മാറി മാറിയല്ലേ വരിക അല്ലെ? അപ്പൊ 10A ക്ലാസ്സിലുള്ള ഓരോ പെൺകുട്ടിക്കും 10B ക്ലാസ്സിൽ എത്ര ഉണ്ടാവും? 25 ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗുണനാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാല് പെൺകുട്ടികളുടെ എണ്ണങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുക. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് ആകെ സാധ്യത. 10Aയില് 50 കുട്ടികളുണ്ട്, 10Bയില് 40 കുട്ടികളുണ്ട്. അപ്പൊ ഇവിടുത്തെ 10Aയില് ഓരോ കുട്ടിക്കും ഇവിടെ എത്ര പേരുണ്ടാവും? 40 പേരുണ്ടാവും. അപ്പൊ അത് രണ്ടും ഗുണിച്ചാ പോരെ? കണ്ടോ? അപ്പൊ പെൺകുട്ടികളുടെ സാധ്യത കാണാൻ എങ്ങനെയാ? പെൺകുട്ടികളുടെ എണ്ണങ്ങൾ തമ്മിൽ ഗുണിക്കുക, അതേപോലെ തന്നെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് ടോട്ടൽ എണ്ണങ്ങൾ തമ്മിൽ ഗുണിക്കുക. അപ്പൊ 20 × 25 ബൈ 50 × 40 500 ബൈ 2000. നമുക്ക് ഇതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇത് വെച്ചിട്ട് നമുക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട് കേട്ടോ. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 1/4 എന്നൊക്കെ കിട്ടും. ഓക്കെ, 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 500നെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 2000നെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 കിട്ടും. പിന്നെ വീണ്ടും ചെറുതാക്കുമ്പോൾ 1/4 എന്നൊക്കെ കിട്ടും. ഓക്കെ, ദെൻ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ബോയ്സ്? നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിന്റെ ആൻസറിലോട്ട് നോക്കുക. ഗേൾസിന്റെ നമ്മൾ എങ്ങനെ ചെയ്ത്? ഗേൾസിന്റെ എണ്ണങ്ങൾ തമ്മിൽ ഗുണിച്ചു, ടോട്ടൽ കൊണ്ട് ഗുണിച്ചു. അപ്പൊ ബോയ്സിന്റെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ബോയ്സിന്റെ എണ്ണങ്ങൾ ഗുണിക്കണം. അപ്പൊ 30 × 15 ബൈ 50 × 40. അപ്പൊ നമുക്ക് 450 ബൈ 2000 കിട്ടും. ഓക്കെ, ഓക്കെ, ഇനിയാണ് നമ്മൾ മറ്റേ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലെ? അപ്പൊ അതിനി നമുക്കാണ് ആവശ്യം വരുന്നത്. നമ്മൾ ആദ്യം ചെയ്തത് ബോയ്സിന്റെ എണ്ണം, രണ്ടും ബോയ്സ് ആവാനുള്ള കണ്ടു, രണ്ടും ഗേൾസ് ആവാനുള്ള കണ്ടു. രണ്ടും ഗേൾസ് ആവാനുള്ള നമുക്ക് എത്ര കിട്ടിയത്? 20 × 25 വെച്ചിട്ടാണ് കിട്ടിയത് അല്ലെ? അത് നമുക്ക് കിട്ടിയത് 500 ആണ് കിട്ടി. ഇവിടെ കാണിച്ചു തരാം. 500 ബൈ
2000. ഇനി രണ്ടും ബോയ്സ് ആവാനുള്ള സാധ്യത എത്ര കിട്ടിയ? ബോയ്സ് 30 × 15 വെച്ചിട്ട് 450 അല്ലെ, 450/2000. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റില് നമ്മൾ പഠിക്കുന്നുണ്ട് സം ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. എല്ലാ സാധ്യതകളും കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടും. ആൻസർ എത്ര കിട്ടും? 1 കിട്ടും. അപ്പൊ ഇവിടുത്തെ എല്ലാ പ്രോബബിലിറ്റിയും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. അപ്പൊ ഇവിടെ വരാൻ സാധ്യതയുള്ള സാധ്യതകൾ ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ രണ്ടും ബോയ്സ് ആവാം, ഇല്ലെങ്കിൽ രണ്ടും ഗേൾസ് ആവാം, ഇല്ലെങ്കിലോ ഒരു ബോയ് ഒരു ഗേൾ. ഇങ്ങനെ 3 ചാൻസ് അല്ലേ ഇവിടെ വരുള്ളൂ അല്ലെ? ഒന്നെങ്കിൽ രണ്ടും ബോയ്സ് ആവും, ഇല്ലെങ്കിൽ രണ്ടും ഗേൾസ് ആവും, ഇല്ലെങ്കിൽ ഒരു ബോയും ഒരു ഗേളും. ഈ 3 ചാൻസ് അല്ലേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഈ 3 ചാൻസും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 1 കിട്ടണം. ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 2000 ആണ്. എത്രയാണ്? 2000 ആണ് അല്ലെ? അപ്പൊ ഈ 500ഉം 450ഉം കൂട്ടുമ്പോ എത്രയായി? 950 ആയി. അത് 1 ആവണമെന്നുണ്ടെങ്കിൽ ബാക്കി ഇനി 2000 ആവാൻ എത്ര വേണമെന്ന് നോക്കിയാൽ പോരെ? 2000 950 മൈനസ് ചെയ്താൽ പോരെ? 1050 കിട്ടും. സിമ്പിൾ അല്ലേ? കണ്ടോ? ടോട്ടൽ പ്രോബബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് 1 ആണ്. അതിൽ നിന്ന് ഈ 2 സാധ്യതകൾ തമ്മിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. കാരണം ഈ 3 സാധ്യതകൾ കൂട്ടുമ്പോൾ ഏതൊക്കെ തമ്മിലാ? രണ്ടും ബോയ്സ് ആവാനുള്ളതും രണ്ടും ഗേൾസ് ആവാനുള്ളതും അതേപോലെ തന്നെ ഒരു ബോയും ഒരു ഗേൾ ആവാനുള്ളതും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 1 കിട്ടണം. എത്ര കിട്ടണം? 1 കിട്ടണം. അപ്പൊ 2 എണ്ണം നമ്മൾ കണ്ടു. ഒന്ന് 500 ആണ്, ഒന്ന് 450 ആണ്. അപ്പൊ അത് രണ്ടും കൂട്ടിയിട്ട് 1 മൈനസ് ചെയ്താൽ പോരെ? അപ്പൊ 500/2000 പ്ലസ് 450/2000 950/2000 വരും. അപ്പൊ 2950 മൈനസ് ചെയ്താല് നമുക്ക് 1050/2000 ചെറുതാക്കുമ്പോ 21/40. ഇതിനാണ് ഞാൻ ചെറുതാക്കേണ്ടത്. നമുക്കത് വേണമെന്ന് ആദ്യം പറഞ്ഞു കേട്ടോ. അപ്പൊ 1050/2000. ഇനി അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരെണ്ണമെങ്കിലും, ഒരാൺകുട്ടിയെങ്കിലും. അപ്പൊ 2 ആൺകുട്ടി വന്നാൽ കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, ഒരാൺകുട്ടിയെങ്കിലും. അപ്പൊ 2 ആൺകുട്ടി വന്നാല് കുഴപ്പമില്ല. അപ്പൊ ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയും വരാനുള്ള സാധ്യതയും മറ്റേ 2 ആൺകുട്ടികൾ വരുന്ന സാധ്യതയും തമ്മിൽ കൂട്ടിയാൽ മതി. ഒരാൺകുട്ടി ഒരു പെൺകുട്ടി വരാനുള്ള സാധ്യത എത്രയാണ്? 1050. 2 ആൺകുട്ടികൾ വരാനുള്ളത് 450. ഇത് രണ്ടും കൂട്ടിയാൽ മതി. അപ്പൊ 1500/2000. ഓക്കെ, ഒരാൺകുട്ടിയെങ്കിലും. ഇനി ഒരു പെൺകുട്ടിയെങ്കിലും എന്നാണ് പറഞ്ഞിരിക്കണെങ്കിലോ 2 പെൺകുട്ടികൾ വരാനുള്ള സാധ്യതയും ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയും വരാനുള്ളതും കൂട്ടിയാൽ മതി. ഒരാൺകുട്ടിയെങ്കിലും എന്നാ പറഞ്ഞ. അപ്പൊ 2 എണ്ണം വന്നാൽ കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് 1, ഒരെണ്ണമെങ്കിലും. ഓക്കെ ആണല്ലോ? ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? എക്സാമിന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. നമുക്ക് ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ നമ്മൾ ചെറുതാക്കുമ്പോൾ 15/20 3/4 എന്ന് കിട്ടും.